ആവശ്യത്തിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അത്ര അലഞ്ഞിട്ടുള്ളത് കൊണ്ട് മൊത്തം നോക്കുമ്പോ കറക്റ്റ് അലച്ചിലായിട്ടുണ്ട്. ഇപ്പോ നാട്ടുകാർക്ക് വിവരം വെച്ചാണോ നമുക്ക് വിവരം വെച്ചാണോ? രണ്ടും കൂടെ ഒന്നിച്ചാന്ന് തോന്നുന്നു. ഒപ്പമല്ല, ഞാനും നാട്ടുകാരി പെട്ടതാണല്ലോ. അപ്പൊ നാട്ടുകാർക്ക് മാത്രം ഒരു വിവരമില്ല, അവർക്ക് വിവരം വെക്കുന്ന കൂട്ടത്തിൽ എനിക്ക്. രമേശ് മനസ്സുകൊണ്ട് കുറയ്ക്കത്തില്ലല്ലോ. ഇത് നല്ല പുത്തൻ തടയുന്ന കേസല്ലേ? അല്ല, അങ്ങനെ പുത്തൻ തടയുന്നുണ്ടെങ്കിലും കുറച്ചിട്ടുണ്ട്, നല്ലോണം കുറച്ചിട്ടുണ്ട്. ആണോ? എന്താ അയ്യോ അങ്ങനൊക്കെ ഒരു അവസ്ഥ ഉണ്ടായോ? അല്ല, പുത്തൻ തടയുന്ന കിട്ടാലോ. ഇപ്പൊ പഴയ പോലെ നമ്മൾ ഓരോ ഉത്സവം തടയുന്നില്ല എന്നുള്ളതാണ്. അല്ലല്ല, അവിടെ ഇവിടെയൊക്കെ പോയി നമുക്ക് ഓരോന്ന് പറയാൻ പറ്റത്തില്ലെന്നേ. ഇത് ഒരു വീട്ടിൽ 3 യൂട്യൂബ് ചാനൽ വെച്ചുണ്ട്. എല്ലാവരും ഇതിന്റെ കണ്ടന്റ് അന്വേഷിച്ച് നടക്കുക. അപ്പൊ നമ്മൾ എവിടെ പോയി എന്ത് പറഞ്ഞാലും അതിപ്പോ ഇന്റർനാഷണൽ ലോകം മുഴുവനുള്ള എല്ലാവരും കാണും. മൊത്തം യൂട്യൂബ് ചാനൽ. അത് നമ്മൾ ഒരാൾക്ക് വേണ്ടി പറഞ്ഞതാണേലും ഈ 5 അപ്പം കൊണ്ട് 5000 പേർക്കല്ല, നമ്മളുടെ 5000 പേർക്ക് വെച്ച് പറയുന്നത് ഒരു 5 ലക്ഷം പേര് കണ്ടിട്ട് ഇവരെല്ലാം ഇത് ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലെന്നും അങ്ങനെ പറയാൻ പാടില്ല, പറയാമായിരുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് മൊത്തത്തിൽ സ്റ്റേജ് പരിപാടികൾ മാത്രമല്ല അതിന്റെ തം ടൈറ്റിലും നെയിമും ഒക്കെ വലിയ സംഭവമായിരിക്കും. രമേഷ് പിഷാരടി എന്ന് വെട്ടി വീഴ്ത്തി ആള് 4 തുണ്ടം അങ്ങനെ കുറെ വരും. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പരിപാടികൾ അങ്ങനെ കൃത്യമായിട്ട് ഒരുപാട് അലച്ചിലൊന്ന് കുറച്ചു. മാത്രമല്ല നമ്മൾ ഈ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റി ഇവരുടെ ഈ സാധനം കാണാറുണ്ട്. കാണാനാകുമ്പോ അവര് തന്നെ നിന്ന് പറയുന്നേ ഉള്ളൂ. ഈ അടുത്തിടെ നമ്മുടെ ഉപ്പുമുളകിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതില് ശിവാനി എന്ന് പറഞ്ഞ കുട്ടി അവിടെ തന്നെ ഉണ്ട്. ആ കുട്ടി എന്തോ 2 ആഴ്ച എന്തോ അവധി പോയി. അപ്പം ശിവാനിയും ഉപ്പുമുളകും വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ആ കുട്ടിയാണോ ഇനി പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് കണ്ടു നോക്കി, ഒരു പെൺകുട്ടി ഇറങ്ങിന്ന് പറയാണ്. എല്ലാരും പറയും. അതും അങ്ങനെ നമ്മളിപ്പോ എവിടെയെങ്കിലും ചെന്ന് ലോകത്ത് ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് എന്തിരുന്ന് ഒറ്റയ്ക്കൊരു കുഞ്ഞൊരു തമാശ അവിടെ ഒരു 500 പേർക്ക് വേണ്ടി പറഞ്ഞാലും അതവിടുന്ന് പോവല്ലേ, ലൈവ് അപ്പോഴേ പോയി അതിന്റെ താഴെ വന്ന് പറയുന്നതുകൊണ്ടും പിന്നെ നമ്മൾ തമാശ പറയുന്നത് പോലും പല സ്റ്റേറ്റ്മെന്റുകളായിട്ടൊക്കെ എടുക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ബാക്കി വാലും തലയൊന്നും ആ സാധനം മാത്രം എടുത്തിട്ടല്ലേ? ആ സാധനം മാത്രം ബ്രേക്കിംഗ് അല്ല, ടെലിവിഷനിലായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് എല്ലാത്തിലും വരും. അതുകൊണ്ടാണ് ബിഗ് ബ്രേക്കിംഗ് തകർന്ന്. ബിഗ് ബ്രേക്കിംഗ് ഒക്കെ രാവിലെ തൊട്ട് സാറ് തുടങ്ങുമല്ലേ. എന്ത് പണിയാ. ഞാൻ ഈ ഇടയ്ക്ക് എപ്പോഴും അസൂയോടുകൂടി നോക്കുന്നുണ്ട്. എങ്ങനെ പോലും ഒരു 7-8 മണിക്കൂർ ഇപ്പൊ എല്ലാ ദിവസവും ഓണുണ്ടല്ലോ. 7 മണിക്കൂർ ആകാശത്തോ സാറ്റലൈറ്റിൽ എത്തി താഴോട്ട് വരുന്നു. പക്ഷേ ചെറിയ കാര്യമല്ല. 7-8 മണിക്കൂർ ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ടി വിയിൽ വരുന്നു, എല്ലാ ദിവസവും പ്രശ്നം. അതായത് ഇപ്പോൾ വേണമെങ്കിൽ പേരൊന്ന് മാറ്റാം, ടെലിവിഷനിലെ ബംഗാളി അങ്ങനെ വേണമെങ്കിൽ തൊട്ട് വലിയ കാര്യം.